الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ നംൽ 61-ാമത്തെ വചനം മുൻ ആയത്തിന്റെ തന്നെ അതേ ശൈലിയിൽ ആവർത്തിച്ചു വരുന്ന ഒരായത്താണെന്ന് നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു തആല സ്വയം പരിചയപ്പെടുത്തുകയാണ്. അതല്ല ഭൂമിയെ ആക്കിയവനോ, ഖറാറൻ ഒരു പാർപ്പിടമാക്കിയവനോ, ഒരു വാസസ്ഥലമാക്കിയവനോ, അതിന്റെ അടിയിൽ കൂടി നദികൾ ഉണ്ടാക്കിയവനോ. നോക്കൂ നിങ്ങൾ, അല്ലാഹു ചെയ്ത ഓരോരോ പ്രവർത്തനങ്ങൾ അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി വിശദീകരിച്ചുകൊണ്ടുള്ള ചോദിക്കുകയാണ്, ആരാണ് ഉത്തമൻ? ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവനാണോ അതാവ്? അതല്ല അള്ളാഹുവിന്റെ നിസ്സാരന്മാരായ സൃഷ്ടികളെ ഇലാഹാക്കിക്കൊണ്ട് ആ മുശ്രിക്കീങ്ങൾ ജൽപ്പിക്കുന്ന ഇലാഹുകളാണോ എന്നുള്ള ഒരു താരതമ്യമാണ് ഇവിടെ കൊണ്ടുവരുന്നത്. നോക്കൂ നിങ്ങൾ, റവാസിയ, ആ ഭൂമിക്ക് അല്ലാഹു ഉണ്ടാക്കി റവാസിയ, വലിയ പർവ്വതങ്ങളെ ഉണ്ടാക്കി. നോക്കൂ നിങ്ങൾ, വലിയ അണികൾ ഉണ്ടാക്കി, പർവ്വതങ്ങളെ ഉണ്ടാക്കി. വജഅല ബൈനൽ ബഹ്റൈനി, അങ്ങനെ ആ രണ്ട് സമുദ്രങ്ങൾക്കിടയിൽ അല്ലാഹു ഉണ്ടാക്കി. ഹാജിദൻ, ഒരു മറയുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആ നല്ല ജലവും അതുപോലെ ഉപ്പുജലവും രണ്ടും കൂടി കൂടിച്ചേരാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വേർതിരിവുണ്ടാക്കി. അതിലേക്കുള്ള സൂചനയാണ് നൽകുന്നത്. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ കൂടെ വേറെ ഇലാഹുകളുണ്ടോ? ഈ രൂപത്തിലൊക്കെയും പ്രവർത്തിക്കുന്ന അല്ലാഹു, അങ്ങനെയുള്ള ആ അല്ലാഹുവിന്റെ കൂടെ വേറെ ഇലാഹുണ്ടോ? നോക്കൂ നിങ്ങൾ, ഈ രൂപത്തിൽ രണ്ട് കടലുകൾക്കിടയിൽ മറയുണ്ടാക്കാൻ പറ്റിയ ഇലാഹുകൾ അവരുടെ കൂട്ടത്തിലുണ്ടോ? അതല്ല ഈ ഭൂമിക്ക് വലിയ വലിയ പർവ്വതങ്ങൾ ആണിയായി രൂപാന്തരം കൊള്ളിക്കാൻ പറ്റിയവർ അവരുടെ കൂട്ടത്തിലുണ്ടോ? അതല്ല ആ ഭൂമികൾക്കിടയിൽ കൂടി നദികൾ ഒഴുക്കിവിടാൻ പറ്റിയവർ അവരുടെ ഇലാഹുകളുടെ കൂട്ടത്തിലുണ്ടോ? ഒന്നൊന്നായി അല്ല ചോദ്യം ഉന്നയിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, പക്ഷേ അക്സറുഹും, അവരിൽ അധിക പേരും ലായഅലമൂൻ, അവർ അറിയുന്നില്ല. അറിയാത്ത ജനങ്ങളാണ്, ബോഷന്മാരായ ജനങ്ങളാണ്, ചിന്തിക്കാത്ത ജനങ്ങളാണെന്നൊക്കെയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അറിവില്ലാത്തവരാണ്. നോക്കൂ നിങ്ങൾ, അതേസമയം നോക്കൂ, വിശുദ്ധ ഖുർആൻ മുഖേനയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയും അവർക്ക് അറിവ് പകർന്നു കൊടുക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അഹങ്കാരം നിമിത്തം അവർ ഒരിക്കലും അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. പാരമ്പര്യവാദം മുറുകെ പിടിക്കുകയാണ്. നാം ഏതൊരു പാതയിലായി ജീവിച്ചു വരുന്നുവോ അതിൽ തന്നെ മരണപ്പെട്ടാൽ മതി, നമുക്കൊന്നിന്റെയും ആവശ്യമില്ല എന്നുള്ള ആ അഹന്തയുടെ ആ വർത്തമാനമാണ് കുഫാരികൾ പലപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. അത്തരം അഹങ്കാരമാണ് അവരെ നോക്കൂ നിങ്ങൾ ആ തെറ്റിലേക്കും അതുപോലെ ശാശ്വതമായ നരകശിക്ഷയിലേക്കും നയിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.